ഹലോ കൂട്ടുകാരെ, ഒരു ബിസിനസ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നിരിക്കണം. അക്കൗണ്ടിങ്ങിൽ ഒരുപാട് അക്കൗണ്ടിങ് ടേംസ് ഉണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ളത്. മുന്നോട്ടുള്ള വീഡിയോകളിൽ അക്കൗണ്ടിങ് ടേംസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമുക്ക് എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പഠിക്കാം. ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ദ എക്സ്ചേഞ്ച് of product, service or money that changes the financial position of a business. ഇവിടെ പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുന്ന പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ മണിയോ കൈമാറ്റം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെയും അല്ലെങ്കിൽ ഏതൊരു ഇവൻറ്റിനെയും സാഹചര്യത്തിനെയും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ബിസിനസ് ട്രാൻസാക്ഷൻ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ക്യാഷ് ബേസ് ആയിട്ടുള്ളതും രണ്ട് ക്രെഡിറ്റ് ബേസ് ആയിട്ടുള്ളതും. ക്യാഷ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ദ എമൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ്, അതായത് ക്യാഷ് അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവൻസിനെ, ഇടപാടിനെ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. രണ്ടാമത് വരുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് നടന്നു കഴിയുമ്പോൾ അതിൻ്റെ പണം പിന്നെ കൊടുക്കാം അല്ലെങ്കിൽ പിന്നീട് തന്നുകൊള്ളാം അല്ലെങ്കിൽ പിന്നീടാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലെടുക്കുക. നമ്മൾ ഉപയോഗിച്ച ശേഷം മാത്രമാണ് നമുക്ക് ബില്ല് വരുന്നത്. അത് ഇത്ര ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ മാത്രം ആ എമൗണ്ട് അടച്ചാൽ മതി. ബില്ല് കിട്ടിയ ഉടനെ നമ്മൾ ആ പേയ്മെൻറ്റ് നടത്തുന്നില്ല. ഒരു കാലയളവ് നമുക്ക് തരുന്നുണ്ട്, അതിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനെ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.